അംബിക പണ്ട് മുതലേ ദുഷ്ടയായിരുന്നു. വർമ്മസാറിന്റെ ചേച്ചി എന്ന പരിഗണന വെച്ച അവളെ മഹാദേവ വർമ്മ സാറ് സൂര്യമംഗലത്ത് നിർത്തിയത് തന്നെ. സാറ് പലവട്ടം എന്നോട് പറഞ്ഞിട്ടുണ്ട്, വേണു അംബികയെ സൂക്ഷിക്കണമെന്ന്, അവളൊരു അണലിപ്പാമ്പാണെന്ന്. ഋതുമോളെ, എന്താങ്ങളെ? മോളുടെ അമ്മ പത്മ അഗ്നി പോലെ പരിശുദ്ധിയുള്ളവളാണ്. പത്മയെ മോൾ ഒരിക്കലും വേദനിപ്പിക്കരുത്. ഇല്ലങ്ങളെ, ഒരിക്കലും ഇല്ല. പ്രതാപൻ മോളെ ഇറക്കി വിട്ടപ്പോ പത്മ മോളെ കൊണ്ടുപോകാതിരുന്നത് മനഃപൂർവ്വമല്ല. പുറകെ വന്ന അംബിക മോളെ കൊന്നുകളയുമെന്നുള്ള ഉറച്ച വിശ്വാസം കൊണ്ടാ. സൂര്യമംഗലത്തെ കോടാനുകോടികളായ സ്വത്തുക്കളെല്ലാം എന്റെ പേരിലായിരുന്നു. ഞാനില്ലെങ്കില് അത് മോളുടെ പേരിൽ വരും. അവള് മോളെ ഒന്നും ചെയ്യാതിരുന്നത് വേറെ ലക്ഷ്യം വെച്ച. ക്രിമിനലായ ഒരു മകനുണ്ടല്ലോ, അവനെ കൊണ്ട് മോളെ കല്യാണം കഴിപ്പിച്ച് ആ സ്വത്തുക്കളെല്ലാം തട്ടിയെടുക്കാന്ന് അവള് കരുതി. അവളുടെ ആ സ്വപ്നം നടന്നില്ല. കാരണം ദൈവദൂതനായി മോളുടെ ജീവിതത്തിലേക്ക് രാജു വന്നു. രാജു വന്നതോടെ അവളുടെ പ്ലാനുകളൊന്നും വർക്കൗട്ട് ആവാതായി. എത്രയോ കൊല്ലം ഞാനും പത്മയും അംബികയുടെ തടവറയിലായിരുന്നറിയാമോ? ആയുസിന്റെ ബലം കൊണ്ടാ ഞങ്ങൾ രക്ഷപ്പെട്ടത്. ഇത്രയും ക്രൂരതകൾ ചെയ്ത ആ സ്ത്രീയെ നമ്മള് അങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല. മോനെ, മഹാഭാരത യുദ്ധം തുടങ്ങുന്നതിന് തൊട്ടു മുൻപ് പാണ്ഡവരിൽ ഏറ്റവും ഇളയവനായ സഹദേവൻ തന്റെ ചേട്ടന്മാരോട് ഒരപേക്ഷ നടത്തി. ആ ശകുനിയെ എനിക്കങ്ങ് തന്നേക്കണമെന്ന്. 18 ദിവസത്തെ യുദ്ധത്തിന്റെ 7-ാം ദിവസം സഹദേവൻ ശകുനിയെ കൊന്നു. നിങ്ങളെല്ലാവരും ബന്ധുക്കളാ, പക്ഷേ ഞാൻ ബന്ധുവല്ല. അതുകൊണ്ട് അംബികയുടെ ജീവൻ അവസാനിപ്പിക്കേണ്ടത് എന്റെ കൈകൊണ്ടായിരിക്കണം. മാഡം എന്തിനാ എനിക്കറിയണേ? മകളെ കിട്ടിയില്ലേ? മകളെ മാത്രമല്ലല്ലോ, ഒരു സത്യം പറയാലോ, രാജുവിനെ കൊണ്ട് ഋതുമോളെ കല്യാണം കഴിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ഞാനാ. ഇനി ഒരു കാര്യം കൂടി നടക്കണം, അതിനു വേണ്ടിയാ പ്രാർത്ഥിക്കണ്ടേ. പ്രതാപ് സാറിന്റെ തെറ്റിദ്ധാരണകൾ മാറി പത്മാവതി മാഡവും സാറും ഒന്നാകണം. അതച്ഛൻ പേടിക്കണ്ട, അക്കാര്യം എനിക്ക് വിട്ടേക്ക്. അങ്ങനെ ആ മഴക്കാറ് മാറി, മാനവും തെളിഞ്ഞു. ഒരു കാര്യം ശരിയാ, ഒത്തിരി കരഞ്ഞാല് ശരിക്കൊന്ന് ചിരിക്കാൻ പറ്റും. ഡോ, അയാള് തിരികെ വന്നിട്ടുണ്ടല്ലോ, ആ അനന്തംപിള്ള. വീണ്ടും ഉപദ്രവം കൊണ്ട് ഇറങ്ങിയിരിക്കുകയാണോ? അവന്റെ ലക്ഷ്യം CM-ന്റെ കസേര തന്നെയാ, അതിൽ യാതൊരു സംശയമില്ല. പക്ഷേ അവന്റെ ശത്രു ഞാനാ, അത് CM-നെ അറിയാലോ. വെറും വ്യക്തിവൈരാഗ്യോ? അവനൊരു പൊളിറ്റീഷ്യൻ അല്ലല്ലോ വർമ്മേ. പൊളിറ്റീഷ്യൻസിനല്ലേ പൊതുജനങ്ങളോട് കമ്മിറ്റ്മെന്റ് ഉണ്ടാവും. ഇയാള് ക്രിമിനലാ, രാഷ്ട്രീയത്തിലെ ക്രിമിനൽ. അവൻ എന്നോടുള്ള അംഗത്തിനാണ് തിരികെ വന്നിരിക്കുന്നതെന്ന് നേരിട്ട് പറഞ്ഞു കഴിഞ്ഞു സാർ. പിന്നെ അനന്തംപിള്ള കോടീശ്വരനായ ഒരു പൊളിറ്റിക്കൽ ക്രിമിനൽ ആയതുകൊണ്ട് അയാളുടെ പിന്നിൽ കുറെ ആളുകളുണ്ടാവും.
എന്തെങ്കിലുമൊക്കെ ഈ ഗവൺമെന്റിനെതിരെ അവർക്ക് ചെയ്യാനും പറ്റും. താൻ പറഞ്ഞു വരുന്നത് അല്ല, ഒരു കോംപ്രമൈസിന് അയാൾ തയ്യാറാണെങ്കിൽ CM എന്നെ നോക്കണ്ട, അയാളുമായി ഒരു ധാരണയിലെത്താൻ. അതായിരിക്കും സാർ സേഫ്. എന്ത് വർത്തമാനമാണോ വർമ്മയെ താനീ പറയുന്നത്? ഞാനെന്താ ഒരു അവസരവാദിയാണോ? പൊതുജന സേവനമാണ് എന്റെ ജീവിത ലക്ഷ്യം. അതുകൊണ്ടാ വിദ്യാഭ്യാസ കാലം മുതലേ രാഷ്ട്രീയം ജീവിതമാക്കിയത്. ആദർശം വിറ്റ് ഇന്നേ വരെ ഞാൻ ജീവിച്ചിട്ടില്ല. അയ്യോ, ഞാൻ പറഞ്ഞത് സാറിന് ഫീൽ ചെയ്യണ്ട. അയാളെ ഞാൻ കാരണം CM ശത്രുപക്ഷത്തേക്ക് മാറ്റി നിർത്തണ്ട എന്ന് മാത്രമേ ഞാൻ അർത്ഥമാക്കിയുള്ളൂ. അനന്തംപിള്ള അക്രമകാരിയും അഴിമതിക്കാരനുമായ ഒരു രാഷ്ട്രീയ നേതാവാണ്. എന്റെ തല പോയാലും അയാളുമായി ഞാനൊരു കോംപ്രമൈസിനില്ല. വിരലിലുണ്ടാവുന്ന നമ്മൾ കുറച്ചുപേര് മാത്രമേ ഉള്ളൂ ഈ സംശുദ്ധമായ രാഷ്ട്രീയത്തിൽ. കർമ്മനിരതരായി രാഷ്ട്രീയത്തിലേക്ക് വന്ന ആദർശ നിഷ്ഠയുള്ള സ്വാർത്ഥ താല്പര്യമില്ലാത്ത രാഷ്ട്രീയക്കാർക്കെല്ലാം ഇപ്പോ വംശനാശം വന്നു കഴിഞ്ഞു സാർ. ആയിക്കോട്ടോടും. എന്നാലും എന്നെയും തന്നെയും പോലെ കുറെ പേരെങ്കിലും ഇപ്പോഴും ബാക്കിയുണ്ടല്ലോ. അത് മതിയടോ. തോറ്റാലും ജയിച്ചാലും ജീവിച്ചാലും മരിച്ചാലും ഇന്നുവരെ കാത്തു സൂക്ഷിച്ച ആദർശങ്ങൾ പണയപ്പെടുത്താൻ ഞാൻ തയ്യാറല്ല. ഇവന്റെയൊക്കെ സപ്പോർട്ടോടെ ഒരു ഭരണം നമുക്ക് വേണ്ട പ്രതാപ. എന്തായാലും എങ്ങനെയായാലും എന്നോടുള്ള പകയുമായിട്ടാ അവൻ തിരിച്ചു വന്നിരിക്കുന്നത്. ഒരു മൂർഖന സാർ അവൻ.